നമസ്കാരം. ഗ്രഹങ്ങളുടെ രാശിമാറ്റം എല്ലാവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നീതിയുടെ കർമ്മത്തിന്റെയൊക്കെ ഗ്രഹമായ ശനി നവംബർ 28 വെള്ളിയാഴ്ച കാലത്ത് 9:20 മീനൻ രാശിയിൽ വക്രഗതിയിലുള്ള സഞ്ചാരം അവസാനിപ്പിച്ച് നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. 26 ജൂലൈ 2026 വരെ നേർരേഖയിലാണ് പിന്നെ ശനി സഞ്ചരിക്കുക. ഈ സമയം ശനി കൂടുതൽ ബലവാനാണ്. അപ്പോൾ എല്ലാവരിലും പോസിറ്റീവ് ചിന്തകൾ വർദ്ധിക്കും. എല്ലാ കാര്യത്തിലും നല്ല തിരിച്ചറിവുണ്ടാകും. ഒപ്പം നല്ല തീരുമാനമെടുക്കാൻ സാധിക്കും. ശനി ആരുടെയൊക്കെ ജാതകത്തിൽ ബലവാനാണ്, പോസിറ്റീവാണ്, ഉച്ചത്തിലാണ് എങ്കിൽ അവർക്കൊക്കെ കൂടുതലായിട്ട് ശുഭഫലമാണ് കിട്ടുക. പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നേറാൻ പറ്റും. വരുമാനവും ലാഭവും വർദ്ധിക്കും. നേർരേഖയിലുള്ള ശനി 12 രാശിക്കാരിലും വ്യത്യസ്ത ഫലങ്ങളാണ് നൽകുക. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കും നക്ഷത്രക്കാർക്കുമാണ് ശനിയുടെ കൂടുതലായിട്ട് ഗുണങ്ങൾ കിട്ടുക എന്ന് നോക്കാം. ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർ ഇവരുടെ 11 പറഞ്ഞ ലാഭസ്ഥാനത്താണ് ശനി നേർരേഖയിലുള്ളത്. അതുപോലെ കർക്കിടകൻ രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ 9 പറഞ്ഞ ഭാഗ്യസ്ഥാനത്താണ് ശനി നേർരേഖയിൽ. തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാരുടെ 6ാം ഭാവത്തിലാണ് ശനി നേർരേഖയിൽ വരുന്നത്. വൃശ്ചികൻ രാശിക്കാരായ വിശാഖ, മീനം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ 5ാം ഭാവത്തിലാണ് ശനി നേർരേഖയിൽ വരുന്നത്. മകരൻ രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരുടെ 3ാം ഭാവത്തിലാണ് ശനി നേർരേഖയിൽ വരുന്നത്. ഇത്രയും നക്ഷത്രക്കാർക്കാണ് ശനിയുടെ നേർരേഖയിലുള്ള സഞ്ചാരം കൂടുതലായിട്ട് ഗുണങ്ങൾ കിട്ടുക. മറ്റ് രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും ശനിയുടെ ഈ നേർരേഖയിലുള്ള സഞ്ചാരം കൊണ്ട് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശനിയാഴ്ചകളിൽ ശാസ്താപ്രീതി വരുത്തുന്നതുകൊണ്ട്, അതുപോലെ ശനിയാഴ്ച വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലാഭം വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.